വലിയ പ്രതീക്ഷയോടെയാണ് വന്ദേ മെട്രോയെ നോക്കിക്കാണുന്നത്. ആദ്യ വന്ദേ മെട്രോയുടെ പരീക്ഷണോട്ടം ഇന്ന് നടക്കുകയാണ്. സാധാരണക്കാരായ ട്രെയിൻ യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദമായിരിക്കുമെന്നതാണ് വന്ദേ മെട്രോയുടെ സവിശേഷത. വന്ദേ മെട്രോ യാഥാർത്ഥ്യമാകുന്നതോടെ എന്തെല്ലാം നേട്ടങ്ങളാണ് കേരളത്തിന് സ്വന്തമാകുന്നത്? ഏത് റൂട്ടിലാണ് ആദ്യ പരീക്ഷണോട്ടം? വന്ദേ മെട്രോയിൽ എത്ര പേർക്ക് യാത്ര ചെയ്യാൻ സാധിക്കും? വിശദമായി തന്നെ പരിശോധിക്കാം. ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നിന്നും പുറത്തിറങ്ങുന്ന വന്ദേ മെട്രോ ചെന്നൈ കാട്ട്പാടി റൂട്ടിലാണ് പരീക്ഷണ ഓട്ടം നടത്തുന്നത്. 12 കോച്ചുകളുള്ള വന്ദേ മെട്രോയുടെ പരീക്ഷണ ഓട്ടം കേരളവും പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. യാത്രാക്ലേശം രൂക്ഷമാകുന്ന കേരളത്തിലെ ഏതൊക്കെ റൂട്ടുകളിൽ വന്ദേ മെട്രോ സർവീസ് നടത്തുമെന്നാണ് സംസ്ഥാനത്തെ യാത്രക്കാർ ഉറ്റുനോക്കുന്നത്. ചെന്നൈ കാട്ട്പാടി റൂട്ടിൽ 130 കിലോമീറ്റർ വേഗതയിലാണ് ഇന്ന് പരീക്ഷണം നടക്കുന്നത്. അതിനുശേഷമായിരിക്കും ഏത് സോണിലേക്കായിരിക്കുമെന്ന് പ്രഖ്യാപിക്കുക. നേരത്തെ രാജസ്ഥാൻ കോട്ടയിൽ വെച്ച് 180 കിലോമീറ്റർ വേഗത്തിൽ വന്ദേ മെട്രോയുടെ കവച് സംവിധാനം ഉൾപ്പെടെ പരീക്ഷിച്ച് വിജയിച്ചിരുന്നു. നിലവിൽ മെമു സർവീസ് നടത്തുന്ന റൂട്ടിലാണ് വന്ദേ മെട്രോയെ പരിഗണിക്കുന്നത്. വ്യത്യസ്തമായ ഡിസൈനിലാണ് വന്ദേ മെട്രോയുടെ കോച്ചുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതും സവിശേഷത തന്നെയാണ്. ഒരു കോച്ചിൽ 100 പേർക്ക് ഇരിക്കാനും 200 പേർക്ക് നിൽക്കാനും സാധിക്കും. ശീതീകരിച്ച കോച്ചുകളാണ് വന്ദേ മെട്രോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ട്രെയിൻ യാത്രക്കാർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. കൂടുതൽ തിരക്കുള്ള മലബാർ മേഖലയിലടക്കം വന്ദേ മെട്രോ സർവീസ് നടത്തുമെന്നാണ് യാത്രക്കാർ പ്രതീക്ഷിക്കുന്നത്. എറണാകുളം കോഴിക്കോട്, കോഴിക്കോട് മംഗളൂരു, തിരുവനന്തപുരം എറണാകുളം ഉൾപ്പെടെയുള്ള റൂട്ടുകളാണ് ഇപ്പോൾ പരിഗണനയിലുള്ളത്. ഓഫീസ് സമയങ്ങളിൽ വന്ദേ മെട്രോ സർവീസ് നടത്തിയാൽ പരശുറാം എക്സ്പ്രസ് പോലെയുള്ള ട്രെയിനുകളിൽ അനുഭവിക്കുന്ന തിരക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇതാണ് കേരളം മുന്നിൽ കാണുന്നത്. കേരളത്തിൽ വന്ദേ ഭാരത് മെട്രോ സർവീസുകൾക്കായി പരിഗണിക്കുന്ന റൂട്ടുകളിൽ ഒന്നാമത് എറണാകുളം കോഴിക്കോട് തന്നെയാണ്. കോഴിക്കോട് നിന്ന് മെട്രോ നഗരത്തിലേക്ക് അതിവേഗ ട്രെയിൻ സർവീസ് ആരംഭിച്ചാൽ മികച്ച പ്രതികരണമാകും അതിന് ലഭിക്കുക. തമിഴ്നാടിനെയും കേരളത്തെയും ബന്ധിപ്പിക്കുന്ന തരത്തിൽ മെട്രോ ട്രെയിൻ സർവീസുകളും ഈ പട്ടികയിലുണ്ട്. എറണാകുളത്ത് നിന്ന് കോഴിക്കോട്ടേക്കുള്ള സർവീസിന് പുറമെ കോഴിക്കോട് നിന്ന് പാലക്കാട്, പാലക്കാട് നിന്ന് കോട്ടയം, എറണാകുളത്ത് നിന്ന് കോയമ്പത്തൂർ, അതുപോലെ തന്നെ മധുരയിൽ നിന്ന് ഗുരുവായൂർ, തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം, കൊല്ലത്ത് നിന്ന് തിരുനെൽവേലി, കൊല്ലത്തു നിന്ന് തൃശൂർ, മംഗലാപുരത്ത് നിന്ന് കോഴിക്കോട്, നിലമ്പൂരിൽ നിന്ന് മേട്ടുപ്പാളയം എന്നിവയാണ് കേരളത്തിൽ നിന്ന് വന്ദേ ഭാരത് മെട്രോ സർവീസുകൾക്കായി പരിഗണിക്കുന്ന മറ്റു റൂട്ടുകൾ. ദക്ഷിണ റെയിൽവേ നൽകുന്ന ശുപാർശയിൽ നിന്ന് റെയിൽവേ ബോർഡാണ് വന്ദേ മെട്രോ സർവീസ് നടത്തുന്നതിനുള്ള അന്തിമ റൂട്ടുകൾ തീരുമാനിക്കുക. എറണാകുളം കോഴിക്കോട്, തിരുവനന്തപുരം എറണാകുളം സർവീസുകൾക്ക് ഇതിൽ സാധ്യതയേറെയാണ്. വന്ദേ മെട്രോ പദ്ധതിയുടെ പ്രാരംഭ ഘട്ടത്തിൽ തന്നെ ട്രെയിൻ സർവീസുകൾ നടത്താൻ കഴിയുന്ന റൂട്ടുകളെക്കുറിച്ചും റെയിൽവേ പഠിച്ചിരുന്നു. കേരളത്തിൽ തിരുവനന്തപുരം, പാലക്കാട് ഡിവിഷനുകളിൽ നിന്ന് 5 റൂട്ടുകൾ വീതമാണ് റെയിൽവേ പരിശോധിക്കുന്നതെന്ന റിപ്പോർട്ട് ആ സമയത്ത് തന്നെ പുറത്തു വന്നിരുന്നു. ഈ 10 റൂട്ടുകളിൽ ഏതിലാകും ആദ്യ ട്രെയിൻ എത്തേണ്ടതെന്ന് ദക്ഷിണ റെയിൽവേയാണ് തീരുമാനിക്കേണ്ടത്. എങ്കിലും ഇവയിൽ ഏത് റൂട്ടിലാണെങ്കിലും അത് മികച്ച സർവീസായി മാറുമെന്നതിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ വന്ദേ മെട്രോ തീർച്ചയായും കേരളത്തിന് വലിയ നേട്ടമാണ് ഉണ്ടാക്കുക.